ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോസ് ആൻഡ് റിയാലിറ്റീസ്. ഇതൊരു ഫസ്റ്റ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ട്രയൽ വീഡിയോ ആണ്. ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പ്ലാനും ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് നമ്മൾ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വേണ്ടി പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറേ പിക്സ് ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് എനിക്ക് തോന്നി. ചാനൽ തുടങ്ങാൻ ഒരു പ്ലാനും ഇല്ലാത്ത ആളെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു, കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ വേണമെന്ന്. പക്ഷേ എന്താ പറയുക, കുറേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പറ്റിയില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഇന്നിത് ഞങ്ങൾ പോയി കുറേ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് പോസ്റ്റ് ചെയ്താലോ എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ എന്താണെന്നിങ്ങനെ തോന്നി. ഒരു കാര്യം നമ്മൾ മനസ്സിൽ ശക്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെറുതെ വിടുകയായിരുന്നു, നമ്മളത് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്തിയത്. ഞങ്ങൾ ഇന്ന് പോയത് മലരിക്കൽ ആമ്പൽ വസന്തം കാണാനായിട്ടായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. കാരണം അമ്മയുടെ ഫ്രണ്ട് ശരണ്യ ആൻറ്റിയുടെ വീട് ഇതിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം ആൻറ്റി കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയവും സാഹചര്യവും പിന്നെ എല്ലാവർക്കും ലീവൊക്കെ ഒത്തു വന്നത് ഇന്നായിരുന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അപ്പോൾ ഞങ്ങളൊരു കാറും ഒരു സ്കൂട്ടറിനും ഉണ്ടായിരുന്നു. അപ്പയും അമ്മയും സ്കൂട്ടറിനായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 6:30 6:45 ആയി. സത്യം പറഞ്ഞാൽ 5 മണിക്ക് 5:30ക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ റെഡിയായൊക്കെ പോകുമ്പോഴേക്കും കുറേ സമയമാകുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു 6:45 ഇറങ്ങി 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. പാലായിൽ നിന്ന് പോകുന്നവർക്ക് ഏറ്റുമാനൂർ വഴി മെഡിക്കൽ കോളേജ് എന്നിട്ട് ചാലുകുന്ന് കയറി വലത്തേക്ക് തിരിയുമ്പോൾ കുമരകം റൂട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇല്ലിക്കൽ ചെന്നിട്ട് ലെഫ്റ്റ് പോകുമ്പോഴാണ് ഈ അതീവ സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്, നമ്മളും മാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷേ കറക്റ്റ് റൂട്ടിലൊക്കെ ചെന്ന് എത്തിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് ശരണ്യ ആൻറ്റിയുടെ അച്ഛനും ഹസ്ബൻഡും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബോട്ടിന് പോകാനായിരുന്നു നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു 10 പേരോളം ഉണ്ടായിരുന്നതുകൊണ്ട് വേറൊരു ബോട്ടാണ് നമ്മളെടുത്ത്, ഒരു മോട്ടോർ വെള്ളം എടുത്തു. മണിക്കൂറിന് 1000 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പം 1000 രൂപ മണിക്കൂറിന് പറഞ്ഞാലും നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റ മണിക്കൂറൊന്നുമല്ല, ഒരുപാട് നേരം ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് പെർ ഹെഡ് 100 രൂപയുടെ കേസും ഉണ്ടായിരുന്നു. പക്ഷെ അത് അരമണിക്കൂറുണ്ട്, അതായത് പോയിട്ട് വരുന്ന അരമണിക്കൂറിൽ തന്നെ പെട്ടെന്ന് തീരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം അവിടെ അമ്പലങ്ങളുടെയൊക്കെ ഉള്ളിലൂടെ പോകാനും പറ്റി. ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ തന്നെ അമ്പലമൊക്കെ പറിച്ചതും ഒക്കെ. അവിടെ നമ്മൾ വഴി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ പേര് വന്ന് പറയും, പൂക്കളൊക്കെ ഇപ്പോഴേ മേടിച്ചോ, പോകുമ്പോൾ ഫോട്ടോ എടുക്കാനല്ലേ, നിങ്ങൾക്ക് വേറെ പറിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെ അവർ പറഞ്ഞായിരുന്നു. പക്ഷേ ആക്ച്വലി നമുക്ക് അവിടെ പോയി പറിക്കാൻ പറ്റും കേട്ടോ, ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പോകാൻ താല്പര്യമുള്ള എല്ലാവരും ആ നമ്പറിൽ ഫോൺ ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് നാളത്തേക്കും കൂടെ കാണത്തുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാവരും പോയി കാണാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഒത്തിരി നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈവൻ ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണെങ്കിൽ പോലും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. ആൻഡ് ഞാൻ പറഞ്ഞ ബുക്കിംഗ് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. അപ്പം അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു മണിക്കൂറിന് 1000 രൂപ. പിന്നെ പെർ ഹെഡ് വെച്ചാൽ പോകുന്നതെങ്കിൽ 100 രൂപയുടെ കേസുണ്ട്. ചെറിയ ദൂരത്തിന് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പോകാം കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് മാത്രം ആരും ഓർത്തേക്കരുത് കേട്ടോ. ഇത് നമ്മളവിടെ പോയി നമ്മുടെ സ്വന്തം ആൾക്കാരുടെ ആയതുകൊണ്ട് മാത്രം നമ്മളതിനെപ്പറ്റി പറയുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ആമ്പലൊക്കെ പറിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ചേട്ടന്മാർ ആമ്പലിലെ തൈയൊക്കെ പറിച്ചു തന്നു. പാവം അവർ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങിയാട്ടോ നമുക്ക് പറിച്ചു തന്നെ. കൈ നിറച്ചു ആമ്പലും കിട്ടി, ആമ്പലിലെ തൈയും കിട്ടി. പിന്നെ അബിയും സ്റ്റെൽമിയൻ്റെയൊക്കെ ഇങ്ങനെ കുട വെച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ കുപ്പിയിലൊക്കെ ആക്കിയാണ് മീനെ കൊണ്ടുവന്നതൊക്കെ. നെറ്റിപ്പൊട്ടനോ അങ്ങനത്തെ മീനൊക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിടിച്ച്, അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു രസമാണല്ലോ, ഒരു ഹരം. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശരണ്യേൻ്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും എഗെയിൻ എല്ലാവരും വണ്ടിയിലേക്ക് കയറി നേരെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. അവരുടെ വീട് അവിടെ തന്നെയാണ്, മലരിക്കലിൻ്റെ അടുത്ത് തന്നെയായിട്ട് കാഞ്ഞിരം കവലയിലാണ് അവരുടെ വീട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവരുടെ വീടെന്ന് പറഞ്ഞാൽ തോടിൻ്റെയും ആറിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അപ്പം വീടിൻ്റെ മുറ്റത്ത് തന്നെ തോടാണ്, പക്ഷേങ്കിൽ എപ്പോഴും വെള്ളം കയറും ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവിടെ പാലം എന്തോ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് മുറ്റത്തൂടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. അപ്പം സത്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്കത് കാണുമ്പോഴേ. നമ്മൾക്കൊക്കെ അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമുക്ക് യൂഷ്വലി നമ്മൾ കാണുന്നതല്ല, പക്ഷെ അവരതുമായിട്ട് യൂസ്ഡായി. അവർക്കത് ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വെള്ളമൊക്കെ തുഴഞ്ഞ് അങ്ങനെയൊക്കെ അവർ പോകുന്നതുകൊണ്ട് അവർക്കതൊരു ശീലമാണ്. എന്നാൽ പോലും അവരവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പോലും ശ്രാവണും അപ്പുമൊക്കെ
അബിക്കും കുഞ്ഞിനൊക്കെ ഭയങ്കര എന്താ പറയുക കൗതുകമായിരുന്നു അവരുടെ കൂടെയുള്ള കളികളും കാര്യങ്ങളൊക്കെ. അവരൊക്കെ മീൻ പിടിക്കുന്നൊക്കെ അവർക്ക് ചെറുപ്പം തൊട്ടേ മീൻ പിടിക്കാനും ചെമ്മീനെ കുത്താനും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അബിയും അതൊക്കെ കണ്ടിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ പരിശ്രമിക്കുക. കുഞ്ഞു ഇങ്ങനെ അതിൻ്റെ തീറ്റയൊക്കെ അങ്കിൾ കൊടുത്തതൊക്കെ വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അവരിങ്ങനെ നോക്കുവാണ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് വരാലിനെ അവർ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാലിൽ മുറിവ് ഉണങ്ങാൻ വരാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കാലിന് മുറിവിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ വരാലും പിന്നെ അതല്ലാണ്ട് കൊഞ്ചും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും എല്ലാം ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ നോക്കുക. അപ്പോൾ അതിനെ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുവാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റെൽമി ആൻറ്റി കുഞ്ഞും കൂടെ തോർത്തുമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഇവിടെ നമ്മുടെ തോട്ടിൽ പിടിക്കുന്ന ആ ഒരു രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പം സ്റ്റെൽമി ആൻറ്റിക്ക് പാർട്ട്ണർ പോരാന്ന് പറഞ്ഞു. കുഞ്ഞിന് വലിയ വശമൊന്നും ഇല്ല ഈ പരിപാടിയൊന്നും. ഇവരെത്ര നോക്കിയിട്ട് സംഭവം അങ്ങോട്ട് സക്സസ് ആകുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ശ്രാവൺ ഒരു കൊട്ടയായിട്ട്, അതായത് നമ്മുടെ സാധാരണ ബാസ്ക്കറ്റൊക്കെ ഇല്ലേ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റുമായിട്ട് അവൻ വരുക. അവൻ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ കുത്തിങ്ങനെ പൊക്കുമ്പോഴേക്കും അതിനകത്ത് മീൻ കയറും. അപ്പം ഞാനും ആ സമയത്ത് ചൂണ്ടയൊക്കെ ഇട്ട് ചുമ്മാ ഇങ്ങനെ നോക്കുക. പരീക്ഷയ്ക്കൊക്കെ കിട്ടത്തൊന്നുമില്ല, വെറുതെ ഒരു രസം, നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ. അപ്പോൾ അവരവിടെ തകൃതമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അബിയും സ്റ്റെൽമേനെ തോർത്ത് വെച്ച് പിടിക്കുന്നു. ശ്രാവൺ സിമ്പിളായിട്ട് ഇങ്ങനെ കൊട്ടയെ വന്നിങ്ങനെ കോരി എടുക്കുന്നു മീനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അവരോരോന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എഗെയിൻ അവൻ്റെ പുറകെ അവൻ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുന്നു. സ്റ്റെൽമേൻ്റെ തോർത്തൊക്കെ ആയിട്ട് പുറകെ പോകുന്നുണ്ടെങ്കിലും അവൻ സിമ്പിളായിട്ട് അവൻ്റെ കൊട്ട വെച്ച് ഇങ്ങനെ ഓരോന്നിനും സിമ്പിളായിട്ട് മുക്കുന്നു എടുക്കുന്നു ഇങ്ങനെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻവയൽ അമ്മയും പ്രതിഭങ്ങളൊക്കെ ഇവിടെ കഴിക്കാനായിട്ടിരുന്നു. ശരണ്യാണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് അവരെടുത്ത് വെക്കുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിനാണ് ഇവിടെ അപ്പൂനെ കൂട്ടിയിട്ടിരുന്നത്. അപ്പൂൻ്റെ കൂടെ ഓരോ വീഡിയോസൊക്കെ അവർ വെള്ളത്തിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അബിനെ കുറേ നേരമായിട്ട് കാണുന്നില്ല. അബി ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്നുണ്ട്. അബിയും ശ്രാവണും കൂടെ അങ്ങ് ദൂരെ പോയിട്ട് ഒരു മീനെ പിടിച്ചുകൊണ്ട് വന്നു. കുറേ നേരമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് അവർക്കൊരു കുഞ്ഞു മീനെ കിട്ടിയത്. അപ്പോൾ പരലിനെയാണ് കിട്ടിയത്. അപ്പോൾ ആ പരലിനെയായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പം ശ്രാവൺ പിടിച്ച മീനെ അവൻ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതിൽ അവൻ കാണിക്കുന്നു. അതൊക്കെയാണ് കാണിക്കുന്ന രംഗങ്ങൾ. പക്ഷെ അബിയും കുറേ ട്രൈ ചെയ്തു കേട്ടോ. കാരണം നമ്മൾ ഒരു കാണുമ്പം പഠിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരലിനെ ഒരു ബക്കറ്റിനകത്തൊക്കെ കൊണ്ടിട്ടു. കിട്ടിയത് സേഫായിട്ട് എത്തിക്കണമല്ലോ. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഒരു ബക്കറ്റ് നിറച്ച് മീനുമായിട്ട് വരുന്നത്. ഇന്നത്തേക്കുള്ള കറിക്കുള്ളതാണെന്നും പറഞ്ഞു. അപ്പോൾ കുഞ്ഞു ആ മീനെയൊക്കെ എടുത്ത് നോക്കുക. അന്നേരം അതിനകത്ത് കുറേ വെറൈറ്റീസ് ഓഫ് മീനുണ്ട്. കൊഴുവ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പപ്പയും കുഞ്ഞും കൂടെ അതിൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ആ ചേട്ടൻ അപ്പുറം പോയി ആറുണ്ടല്ലോ, അപ്പോൾ ആറ്റി പോയി വല വീശി എടുത്തുകൊണ്ട് വന്ന മീനാണത്. അപ്പോൾ ആ ചേട്ടൻ വല വീശി മീൻ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഒരു ക്യൂരിയോസിറ്റി ആയി വല വീശി നിന്ന് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളത് അംജിത്ത് അങ്കിളിനോട് പറഞ്ഞപ്പോൾ അംജിത്ത് അങ്കിൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വല വീശി ഞങ്ങളെ കാണിച്ചു തരുന്ന സീനായി കാണുന്നത്. ജസ്റ്റ് വല അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, അപ്പോൾ തന്നെ അതിലേക്ക് മീനുകളെല്ലാം കയറിയിട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് അതിനെ ഇങ്ങ് പിടിച്ചിങ്ങ് കയറ്റുമോ. വളരെ എന്താ പറയുക, നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. കാരണം നമ്മൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്ന, അടുത്ത് കാണുന്നത്. പക്ഷെ അവർക്കതൊക്കെ എന്താ പറയുക, അവരുടെ തൊഴിൽ അതായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നോക്കിക്കേ, ആ വല നിറച്ച് ആ ഇട്ട ഇടയിൽ തന്നെ കുറേ മീനെ കിട്ടുന്നുണ്ട്. അവരെല്ലാവരും അത് പിറക്കി എടുക്കും ഓരോ മീനുകളെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയായിരുന്നു. അപ്പോഴേക്കും ആൻറ്റി നേരത്തെ പിടിച്ചിട്ടിരുന്ന വലയായിട്ടും കൊണ്ടുവരും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോഴും ജീവനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവണ മീനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഹരമായി. പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വലയിട്ടു. പക്ഷെ അതിനകത്തൊന്നും കിട്ടിയില്ല കേട്ടോ. ആൻഡ് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പാലായിലേക്ക് തിരിച്ചു. എന്നിട്ട് നമ്മൾ പാലായിൽ വന്നപ്പോൾ ചേർപ്പുങ്കൽ തോമാശ്ലീഹ വന്നെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു കുഞ്ഞു കടവാണ്, അവിടെ ഒരു കുരിശ് പള്ളിയുണ്ട്. പണ്ട് ചേർപ്പുങ്കൽ പള്ളി, ഇപ്പോഴത്തെ ചേർപ്പുങ്കൽ മാർസ്ലീവ പള്ളി ഇരുന്ന സ്ഥലം അവിടെയായിരുന്നു. ഒരു 12-ാം നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് ആ പള്ളി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ചേച്ചി അതിൻ്റെ കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം നമ്മളെല്ലാവരും കൂടെ പാലായിൽ തന്നെ ഒരു മന്തി സ്പോട്ടിൽ ചെന്ന് മന്തിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. അപ്പോൾ ഇത്രയും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മലരിക്കൽ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഐ നോ ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് വ്ലോഗ്, ജസ്റ്റ് എ റിയൽ വൺ. ദിസ് ഇസ് വെയർ ഐ എം സ്റ്റാർട്ടിങ്, unfiltered, unscripted and full of heart. More videos are on the way. Until then, bye-bye. And thanks for watching.